നല്ല ചിന്ത. ഒരു വഴിപോക്കൻ കുറച്ച് മൈലുകൾക്കകലെയുള്ള ഒരു ആരാധനാലയത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു. അത് നല്ല ഇരുട്ടുള്ള ഒരു അർദ്ധരാത്രി ആയിരുന്നു. ഗ്രാമത്തിൽ പുറമ്പോക്കിലുള്ള ഒരു ചവിട്ടുവഴി ആയതുകൊണ്ട് അവിടെയെങ്ങും ആൾതാമസം വളരെ കുറവായിരുന്നു. ഒരു കുടിലിനു മുന്നിൽ ഒരു റാന്തൽ വിളക്കും കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ ആ വഴിപ്പോക്കൻ കണ്ടു. അയാളോട് വഴിപ്പോക്കൻ ചോദിച്ചു, ഈ അർദ്ധരാത്രിയിൽ ഒരു റാന്തൽ വിളക്കും കത്തിച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ്? അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ആരാധനാലയത്തിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടതാണ്. നേരം വെളുക്കുന്നതിന് മുൻപ് എനിക്ക് ആരാധനാലയത്തിലേക്ക് എത്തുകയും വേണം. പക്ഷേ എൻ്റെ തലയിൽ മുഴുവൻ ഭയം വല്ലാതെ നിറഞ്ഞിരിക്കുന്നു. ആരൊക്കെയോ പറഞ്ഞു കേട്ട ഭൂതങ്ങളും പിശാചുക്കളും എല്ലാം കൂടി എന്നെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ഈ റാന്തൽ വിളക്ക് വളരെ ചെറുതാണ്, വെളിച്ചം കുറവാണ്. 3 അടി ദൂരത്തേക്ക് മാത്രമേ അതിൻ്റെ വെളിച്ചം കാണാൻ സാധിക്കുകയുള്ളൂ. വഴിപ്പോക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കണക്കുകളും കൊണ്ട് ഇവിടെ ഇരുന്നാൽ ഒരിക്കലും പുലരും മുൻപ് നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുകയില്ല. ആദ്യം നിങ്ങളുടെ തലയിലുള്ള ഭാരത്തെ ഒഴിവാക്കുക, എന്നിട്ട് നടക്കാൻ തുടങ്ങുക. ഓരോ 3 അടി നടക്കുന്തോറും അടുത്ത 3 അടിയിലേക്ക് വെളിച്ചം പടർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ജീവിതത്തിൻ്റെ പാഠം. അല്ലാതെ ഭൂതത്തിൻ്റെയും പിശാചിൻ്റെയും ഭാരം പേറി ഇവിടെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടമാകും. അതുകൊണ്ട് എഴുന്നേറ്റ് നടക്കുക. നമ്മുടെ ചിന്തകളാണ് നമ്മെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, അറിവുകൾ, ഓർമ്മകൾ, സ്വപ്നങ്ങൾ ഇതെല്ലാം കൂടി കുഴഞ്ഞ് കടന്നു വരുന്നതാണ് നമ്മുടെ ചിന്തകൾ. അതിനകത്ത് ദുർഗന്ധം വമിക്കുന്ന ചപ്പുചവറുകൾ പോലെ ചില ചിന്തകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവ കൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല. അവ വെറും പാഴ്വസ്തുക്കളാണ്. പക്ഷേ നമ്മൾ അതും താങ്ങി നടക്കുന്നു. ആ ഭാരം മൂലം മറ്റൊരു ഭാരവും ചുമക്കാനാവാതെ നമ്മൾ തളരുന്നു. എന്താണ് നമുക്ക് വേണ്ടത് എന്നതിനേക്കാൾ എന്താണ് വേണ്ടാത്തത് എന്ന് മനസ്സിലാക്കലാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം. വീഴ്ചയുടെയും തോൽവിയുടെയും നിരാശയുടെയും ചെയ്തുപോയ അബദ്ധങ്ങളുടെയും ഓർമ്മകളുടെ ഭാരം ഇറക്കി വയ്ക്കുക, മുന്നോട്ട് നടക്കുക, പ്രകാശത്തിലേക്ക് നടന്നു കയറുക. Can you see God? No. Can you touch God? No. Then there isn't a God. Ma'am, can you see your brain? No. Can you touch your brain? No. Oh, so you don't have a brain? Jesus! Can you see God? No. Can you... ഒമ്പത് എന്ന അക്കം 8 എന്ന അക്കത്തിന് ഒരിക്കലും ഒരു അടി അടിച്ചു. 9 8നെ തല്ലി. അപ്പൊ 8 ചോദിച്ചു, എന്തിനാണ് നീ എന്നെ തല്ലിയത്? അപ്പൊ 9 പറഞ്ഞു, ഞാൻ നിന്നെക്കാൾ വലിയവനാണ്. നിന്നെക്കാൾ വലിയവനായ എനിക്ക് എന്നെക്കാൾ താഴെയുള്ള നിന്നെ തല്ലാം. അപ്പൊ 8 7നെയും തല്ലി. 7 6നെയും 6 5നെയും 5 4നെയും 4 3നെയും 3 2നെയും 2 1നെയും തല്ലി. അപ്പൊ 1 നോക്കുമ്പോ താഴെ തല്ലാൻ വിലയുള്ള ഒന്നുമില്ല, 0 മാത്രമേ ഉള്ളൂ. 0ത്തിനാണെങ്കിൽ വിലയില്ല, 0ത്തിന് തല്ലിയിട്ട് കാര്യമില്ല. അപ്പൊ 1 വിചാരിച്ചു, ദുർബലനായ ഈ 0ത്തിനെ എന്നോട് ചേർത്ത് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചപ്പോ അത് 1ഉം 0 ചേർന്നപ്പോ 10ആയി മാറുകയും അതിന്റെ വില ഏറ്റവും കൂടുതൽ ഉയരുകയും ചെയ്തു. അപ്പോ താഴേക്കടിയുള്ളവരെ, ദൗർബല്യമുള്ളവരെ, നമ്മള് നിസ്സാരവരാണെന്ന് തോന്നുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള സന്ദേശമാണ് ആ കഥയിൽ ഉൾക്കൊള്ളുന്നത്. ഇത് മറുപടി ഇതായിരുന്നു,
എൻ്റെ പപ്പ ആഗ്രഹിച്ച പോലെ ഞാനൊരു ഡോക്ടറായില്ല എന്നത് പപ്പയ്ക്ക് സങ്കടപ്പെടാനുള്ള കാരണമായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പുന്നതായിരുന്നു എൻ്റെ സന്തോഷം. അതുകൊണ്ട് ഞാനൊരു ഷെഫായി. ഒരു ജോലി ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നുന്നതേയില്ല. മറിച്ച് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ്. എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എനിക്ക് ആഹ്ലാദം നൽകുന്ന പ്രവൃത്തിയെ ഞാൻ എൻ്റെ വരുമാന മാർഗമാക്കി മാറ്റി എന്നതാണ്. സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തിന്റെ രഹസ്യം ചോദിച്ചപ്പോൾ ബാക്ക് ബെഞ്ചിൽ എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന കുട്ടിയോടായിരുന്നു ദേഷ്യത്തോടെ അധ്യാപകന്റെ ചോദ്യം. ഒന്ന് ഞെട്ടിയ രോഹൻ അധ്യാപകൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പഠനത്തിലേക്ക് മുഴുകി. ആ വിദ്യാർത്ഥിയുടെ മുഖത്ത് തളം കെട്ടിനിന്ന ദുഃഖം അർപ്പണബോധമുള്ള ആ അധ്യാപകന് മനസ്സിലായി. അന്നു മുതൽ അദ്ദേഹം അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പല ഭാഗത്തും കീറിത്തുന്നിയ യൂണിഫോമും ആരും കാണാതെ മറയ്ക്കുവാൻ ശ്രമിക്കുന്ന കാലിയായ ലഞ്ച് ബോക്സും നിറമങ്ങി കീറിത്തുടങ്ങിയ ബാഗും അവന്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ദയനീയ ചിത്രങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. അവന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ തുടങ്ങി. ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം അവന് കൂടുതൽ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം അദ്ദേഹം അവന് പുതിയൊരു ബാഗ് സമ്മാനിച്ചു. ബാഗ് കയ്യിൽ കെട്ടിയ രോഹന്റെ കണ്ണുകൾ തിളങ്ങുന്നതോടൊപ്പം കണ്ണുനീർ തുള്ളികൾ കൺതടങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങുന്നത് അദ്ദേഹം കണ്ടു. ബാഗ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രോഹൻ അധ്യാപകനോട് ചോദിച്ചു, അങ്ങയ്ക്ക് എന്നിൽ അത്രയ്ക്ക് വിശ്വാസമുണ്ടോ? അധ്യാപകൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നീ നല്ല ഉയരങ്ങളിലെത്തും. വർഷങ്ങൾ കടന്നുപോയി. രോഹൻ പഠിച്ചു മിടുക്കനായി വലിയൊരു എഞ്ചിനീയറായി. അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം വീട്ടിൽ കൃഷിയുമൊക്കെയായി കഴിയുന്ന ആ പഴയ അധ്യാപകന്റെ മുന്നിലേക്ക് ഒരിക്കൽ അപ്രതീക്ഷിതമായി രോഹൻ എത്തി. സാർ, അങ്ങേക്കെന്നെ മനസ്സിലായോ? ഞാൻ രോഹൻ. വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ട് പഠിപ്പ് നിർത്തുമായിരുന്ന എന്നെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് എത്തിച്ചത് അങ്ങാണ്. ഇന്ന് ഞാൻ ഒരു എഞ്ചിനീയറാണ്. അങ്ങേക്ക് എന്നിലുള്ള വിശ്വാസമായിരുന്നു എന്നെ പഠിക്കുവാൻ പ്രേരിപ്പിച്ചതും എൻ്റെ ജീവിതം മാറ്റിമറിച്ചതും. അങ്ങേക്ക് എന്താണ് ഞാൻ നൽകുക? അധ്യാപകൻ സന്തോഷത്തോടെ അവനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഒരുപാട് സന്തോഷം. തിരക്കുള്ള ആളായിട്ടും നീ എന്നെ കാണാൻ വന്നല്ലോ. വിദ്യാഭ്യാസം കൊണ്ട് നീ നേടിയ ഈ ഉയരമാണ് അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. അതെ, തീർച്ചയായും ഒരു നല്ല അധ്യാപകന് വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ കഴിയും. രോഹൻ, കർത്താവ് അസഹിഷ്ണുവായ ദൈവവും പ്രതികാരം ചെയ്യുന്നവനുമാണ്. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനും ക്രോധം നിറഞ്ഞവനുമാണ്. കർത്താവ് തൻ്റെ വൈരികളോട് പകരം വീട്ടുകയും ശത്രുക്കൾക്ക് വേണ്ടി ക്രോധം കരുതി വയ്ക്കുകയും ചെയ്യുന്നു. കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാദം. മേഘങ്ങൾ അവിടുത്തെ പാദങ്ങളിലെ പൊടിയാണ്. അവിടുന്ന് കടലിനെ ശാസിക്കുകയും വറ്റിച്ച് കളയുകയും ചെയ്യുന്നു. നദികളെ അവിടുന്ന് വരട്ടുന്നു. ാണ് അവർ കണ്ടുമുട്ടിയത്. കൊതിച്ച പെണ്ണിനെയും ആശിച്ച വരുമാനവും സ്വന്തമാക്കിയിട്ടും രണ്ടാൾക്കും പറയാനുണ്ടായിരുന്നത് മടുപ്പിനെ കുറിച്ചാണ്. വർത്തമാനത്തിനിടയിൽ അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. പ്രണയവും ജോലിയും നേടിയെടുക്കാൻ കാട്ടിയ ആവേശം പിന്നെ ഉണ്ടായിട്ടേയില്ല. വിവാഹത്തിന് ശേഷം മനുഷ്യർക്ക് കാണാൻ സ്വപ്നങ്ങളില്ലാത്തതാണോ അതോ തങ്ങൾക്ക് സ്വപ്നം കാണാനാവാതെ പോയതാണോ എന്നവർക്ക് തീരുമാനിക്കാനായില്ല. പക്ഷേ നേടാൻ സ്വപ്നങ്ങളുള്ളവർക്ക്, അതിനുവേണ്ടി ആവേശത്തോടെ ശ്രമിക്കുന്നവർക്ക്
ജീവിതം മടുപ്പല്ലെന്ന് അവർക്കുറപ്പായിരുന്നു. സ്തുതിയായിരിക്കട്ടെ. കോളേജ് പഠനത്തിന് ശേഷം കുറേ നാൾ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. അവൻ രാവിലെ തന്നെ പൂന്തോട്ടത്തിൽ പോയി പൂക്കളുടെ മുകളിൽ തേൻ നുകരാനിരിക്കുന്ന ചിത്രശലഭത്തിനെ കണ്ട ഉടനെ അതിനെ പിടിക്കുവാൻ വേണ്ടി കൈകൊണ്ട് അടുത്തെത്തിയപ്പോഴേക്കും ആ ചിത്രശലഭം അവിടെ നിന്ന് പറന്നുപോയി മറ്റൊരു പൂവിലിരുന്നു. അവിടെയും അവൻ വന്നു ആ ചിത്രശലഭത്തിനെ പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴേക്കും ആ ചിത്രശലഭം അവിടെ നിന്നും പറന്നുപോയി. അങ്ങനെ ആ പൂന്തോട്ടം മുഴുവൻ അവൻ ഓടി തളർന്നു. അവിടെയുള്ളൊരു ബെഞ്ചിൽ കരഞ്ഞുകൊണ്ട് അവൻ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ അവന്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ ആ പൂന്തോട്ടം മുഴുവൻ അവനെ ഇട്ട് ഓടിച്ച, അവൻ പിടിക്കാൻ ശ്രമിച്ച ആ ചിത്രശലഭം അവന്റെ കയ്യിൽ വന്നിരുന്നു. പ്രിയരെ, ഇതേപോലെയാണ് നമ്മുടെ സ്വപ്നങ്ങളും. ഒരു ദിവസം കൊണ്ട് ഒരു സ്വപ്നവും യാഥാർത്ഥ്യത്തിൽ എത്തത്തില്ല. ഓടണം, ഒരുപാട് ഓടണം. ചിലപ്പോൾ തളരും, ചിലപ്പോൾ ഒരുപാട് കരയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നാൾ നമ്മൾ ആഗ്രഹിച്ച സ്വപ്നം നമ്മുടെ കൈകളിൽ വന്നിരിക്കും. അയാളുടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ.